ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ഓട്ടോഹോളിക്സ്. സോ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് പുതിയ ടാറ്റ പഞ്ച് ഡോട്ട് EV ആണ്. ടാറ്റ പഞ്ച് ഡോട്ട് EV ഇറങ്ങിയിട്ട് കുറച്ച് നാളെ നമുക്കറിയാം. പക്ഷെ റിവ്യൂ ചെയ്യാൻ എന്താ വൈകിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടി കിട്ടാനുണ്ടായിരുന്നില്ല. അമ്മാതിരി ബുക്കിങ്ങും ടെസ്റ്റ് ഡ്രൈവ് ബുക്കിംഗ് ആണ് ഈ വണ്ടിക്ക്. ഇപ്പൊ തന്നെ നമുക്ക് കാലത്ത് തന്നെ ഉച്ചയ്ക്ക് തിരിച്ചു കൊടുക്കണം. ഉച്ചയ്ക്ക് ഡ്രൈവ് ഉള്ളതാണ്. ഇത്ര അധികം ബുക്കിങ്ങിൽ നിൽക്കുന്ന ഒരു വണ്ടിയാണ് ടാറ്റ പഞ്ച് ഡോട്ട് EV. ടാറ്റ പഞ്ച് ഡോട്ട് EVയുടെ പുതിയ വേരിയന്റിൽ നോക്കുമ്പോൾ പഴയതിനും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എസ്പെഷ്യലി ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഇന്റീരിയറും. അപ്പോൾ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ SUV ലുക്കുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ പഞ്ച് ഡോട്ട് EV. അതിന്റെ ഫ്രണ്ട് സൈഡിൽ ഈ ഭാഗത്തുണ്ടായിരുന്ന ആ ഒരു ബ്ലാക്ക് കളർ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് മാറ്റി ഫുൾ ഒരു ബോഡി കളറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇവിടെ മാത്രം ഒരു ഗ്രേ എലമെന്റ് ആണ് കമ്പനി ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഫ്രണ്ട് ഡിസൈനിലേക്ക് നോക്കുകയാണെങ്കിൽ മേജറായിട്ട് വന്നിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരു കണക്റ്റഡ് ലൈറ്റ് ടാറ്റ എടുത്ത് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതെനിക്കൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നത്. കാരണം എല്ലാ വണ്ടിക്കും ഇങ്ങനെ ഫ്രണ്ടിൽ ആ ഒരു ലൈറ്റ് കാണാൻ ഒരു ഭംഗിയായിരുന്നു. ഇപ്പൊ അതൊരു വൃത്തിയായിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചാർജിങ് പോർട്ട് വന്നിട്ടുള്ള ഇവിടെയാണ്. അപ്പോൾ ഫ്രണ്ടിലായതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ചാർജ് ചെയ്യാൻ ആൾക്കാർക്ക് ഈസി ആയിരിക്കും. കാരണം വണ്ടി ജസ്റ്റ് കയറ്റിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചാർജിങ് പോർട്ട് തുറന്ന് നേരെ കണക്ട് ചെയ്ത് യൂസ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സൈഡിലൊക്കെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. വണ്ടി ചെരിച്ചൊക്കെ കിട്ടും, അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ടൊക്കെ നമ്മൾ കണക്ട് ചെയ്യേണ്ടി വരും. പിന്നെ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 360 ഡിഗ്രി ക്യാമറ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ നമുക്കൊരു എയർ വെന്റും 2 എയർ സ്കൂപ്പും കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇത് നമ്മുടെ DR വിത്ത് ഇൻഡിക്കേറ്റർ ആണ് വരുന്നത്. പക്ഷേ ഇത് മെട്രിക്സ് ഇൻഡിക്കേറ്റർ ഒന്നല്ല, നോർമൽ ഇൻഡിക്കേറ്റർ ആണ്. പക്ഷെ ഒരു നൈസ് ഡിസൈനിലാണ് ഇൻഡിക്കേറ്റർ അവർ കമ്പനി കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ടാറ്റയുടെ വണ്ടികളിൽ ഇപ്പോൾ കണ്ടുവരുന്ന രീതിക്കുള്ള ഹെഡ്ലൈറ്റ് തന്നെയാണ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഹെഡ്ലൈറ്റ് യൂണിറ്റ് കാണാം, ഇവിടെ നമുക്ക് ഫോഗ് ലാമ്പ് യൂണിറ്റ് കാണാം. ഇത് കോർണറിംഗ് ഫെസിലിറ്റി ഉള്ള ഫോഗ് ലാമ്പ് യൂണിറ്റ് ആണ്. അതായത് നമ്മൾ രാത്രി ഫോഗ് ലാമ്പ് ഇട്ട് വണ്ടി ഓടിക്കുമ്പോൾ സ്റ്റിയറിംഗ് തിരിക്കണനുസരിച്ചിട്ട് ഈ ഫോഗ് ലാമ്പ് ചെറിയ രീതിക്ക് തിരിഞ്ഞ് നമുക്ക് ആ ഒരു വിസിബിലിറ്റി കാണാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരും. നമുക്ക് വണ്ടിയുടെ താഴേക്ക് നോക്കുകയാണെങ്കിൽ ഒരു സിൽവർ കളർ സ്കിറ്റ് പ്ലേറ്റ് കാര്യങ്ങൾ കാണാൻ പറ്റും. പിന്നെ ഹുഡ് നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ചെറിയ രീതിക്കുള്ളൊരു ഡിസൈൻ ഇവിടെ കമ്പനി കൊടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം ഒരു മസ്കുലർ ലുക്ക് കൊടുക്കാനായിട്ട് വണ്ടിയെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് 195 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വണ്ടി കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇൻഡിപെൻഡന്റ് സസ്പെൻഷൻ ആണ്. അതുകൊണ്ട് ഇന്ത്യൻ റോഡുകളിൽ ഈ വണ്ടി ഓടിക്കുന്നതിനെ പറ്റി യാതൊരു ടെൻഷനും കാര്യങ്ങളും വേണ്ട. വളരെ കംഫർട്ടബിൾ ആയിട്ടും ഈസി ആയിട്ടും നമുക്ക് ഈ വണ്ടി ഏത് അത്യാവശ്യം മോശം റോഡിൽ കൂടി കൊണ്ട് നടക്കാനായിട്ട് സാധിക്കും. പിന്നെ വെള്ളത്തിൽ ഇറക്കണ കാര്യം പേടിക്കേണ്ട, EV ആണെന്നുള്ള പേടി കാര്യങ്ങളൊന്നും വേണ്ട. 450 mm വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റിയും കമ്പനി വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ടാറ്റ പഞ്ച് ഡോട്ട് EVയുടെ സൈഡ് വ്യൂവിലാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും പഴയ പഞ്ച് ഡോട്ട് EV ആയിട്ട് വലിയ മാറ്റമൊന്നുമില്ല, സെയിം തന്നെയാണ്. നമുക്ക് മേജറായിട്ട് ചേഞ്ചസ് വന്നിട്ടുള്ളത് ഫ്രണ്ടിലും ബാക്കിലാണ്. ഇപ്പൊ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വീലിനകത്തൊരു ചേഞ്ച് പറയാൻ പറ്റും. കാരണം അലോയ് വീലിന്റെ ഡിസൈനിൽ ചെറിയ വ്യത്യാസങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. 16 ഇഞ്ചിന്റെ അലോയ് വീലാണ് നമുക്ക് ഈ കമ്പനി ഈ വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇതിന്റെ താഴത്തെ വേരിയന്റിലേക്ക് പോകുമ്പോൾ നമുക്ക് 15 ഇഞ്ചിന്റെ സ്റ്റീൽ വീലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ഡിസൈനിന്റെ സ്റ്റീൽ വീലാണ്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അലോയ് വീല് പോലെ തോന്നുന്ന രീതിക്കുള്ള സ്റ്റീൽ വീലും കാര്യങ്ങളാണ് ഇതിന്റെ താഴത്തെ വേരിയന്റിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് 360 ഡിഗ്രിയുടെ ക്യാമറയും കാര്യങ്ങളും ഈ റയർ വ്യൂ മിററിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്ററും ഇതിനകത്ത് കാണാൻ പറ്റും. പിന്നെ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ടാറ്റ ഡോട്ട് EVയുടെ ബാഡ്ജിങ് കാണാൻ പറ്റും. അത് ചെറിയൊരു ബ്ലൂ എലമെന്റ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. സൈഡ് ക്ലാഡിംഗ് ആണ് എടുത്ത് പറയേണ്ടത്. അത്യാവശ്യം നല്ല രീതിക്കാണ് സൈഡ് ക്ലാഡിംഗ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത് കമ്പനി. അതിങ്ങനെ ഫുള്ള് ബാക്ക് തൊട്ട് ഫ്രണ്ട് തൊട്ട് ബാക്ക് വരെ ഇങ്ങനെ പോണ രീതിക്ക് തന്നെയാണ് കമ്പനി അത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് മുകളിലേക്ക് നോക്കുമ്പോൾ ഇവിടെ 2 റൂഫ് റെയിൽസ് കാണാൻ പറ്റും. അത് മുകളിലെ ഡുവൽ ടോൺ കളർ ആയിട്ടുള്ള ബ്ലാക്ക്, ഗ്ലോസി ബ്ലാക്കിനോട് അതേ സെയിം കളറിൽ തന്നെയാണ് നമുക്ക് ഈ റൂഫ് റെയിലും കാര്യങ്ങളും കമ്പനി കൊടുത്തിട്ടുള്ളത്. ഇതൊരു ഫ്ലോട്ടിംഗ് റൂഫ് എന്നാണ് ഇതിനെ പറയണത്. അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ പില്ലറുകൾ നോക്കുകയാണെങ്കിൽ മാറ്റ് ബ്ലാക്കിലാണ് കൊടുത്തിട്ടുള്ളത്. അത് ഈ 2 കളറിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന പോലെ ഒരു ഇമ്പാക്ട് കൊണ്ടുവരുന്നുണ്ട് അടുത്തുനിന്ന് നോക്കുമ്പോൾ. വേറെ ഇപ്പോൾ കൂടുതൽ പറയാനായിട്ടൊന്നും സൈഡിൽ നമുക്കില്ല. ഇത്രയൊക്കെയാണ് ടാറ്റ പഞ്ച് ഡോട്ട് EVയുടെ സൈഡിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ. അപ്പൊ ടാറ്റ പഞ്ച് ഡോട്ട് EVയുടെ ബാക്ക് സൈഡ് നമുക്ക് നോക്കാം. അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു ചേഞ്ച് ബാക്ക് സൈഡിലും ടാറ്റ കൊണ്ടുവന്നിട്ടുണ്ട്. എസ്പെഷ്യലി ഇൻ ദ ടെയിൽ ലൈറ്റ്. ഈ ടെയിൽ ലൈറ്റ് നോക്കുമ്പോൾ നമുക്ക് ഒരു ബ്ലാക്ക് എലമെന്റ് കൊടുത്തിട്ടുള്ളത് കാണാം. അത് ഈ ഒരു കളറിനോടൊക്കെ നിൽക്കുമ്പോൾ നല്ല രീതിക്ക് എടുത്ത് കാണിക്കുന്നുണ്ട്. ഒരു നല്ല സ്റ്റൈലിഷ് ഡിസൈനും ആയിട്ടുണ്ട്. പിന്നെ ഈ കണക്റ്റഡ് ടെയിൽ ലാമ്പ് നമ്മുടെ ഫ്രണ്ടിലെ കണക്റ്റഡ് ഹെഡ് ലാമ്പ് എടുത്ത് മാറ്റിയിട്ട് പകരം അത് ഇവിടേക്ക് വെച്ചിട്ടുണ്ട്. അതും പക്ക ഫംഗ്ഷണൽ ആയിട്ടുള്ളതാണ്. നമുക്ക് ലൈറ്റ് കത്തുന്നത് കാണാൻ പറ്റും. ഈ ടെയിൽ ലാമ്പിന്റെ ഇവിടെ സെൻട്രലായിട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ
ബ്രേക്ക് ലൈറ്റിന്റെ ലൈറ്റും കാണാൻ പറ്റും. നോർമലി വണ്ടികളിൽ ഇവിടേക്ക് ആയിട്ടാണ് കൊടുക്കാറ്, പക്ഷെ ടാറ്റ അത് ഇവിടെ പ്ലേസ് ചെയ്തിട്ടാണ് നല്ല രസമായിട്ട് കാണാൻ പറ്റും. പിന്നെ ടാറ്റയുടെ എംബ്ലം അത്യാവശ്യം നല്ല വൈറ്റ് കളറിൽ നല്ല ഭംഗിയിൽ തന്നെയാണ് ടാറ്റയുടെ എംബ്ലം കൊടുത്തിട്ടുള്ളത്. അതിന്റെ തൊട്ട് താഴെയായിട്ട് പഞ്ചിലോ ടിവിയുടെ ബാഡ്ജിങ് നമുക്ക് കാണാം. അതിനകത്തും ടാറ്റ ഒരു ഇവിയുടെ ബ്ലൂ എലമെന്റ്സ് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഷാർക്ഫിൻ ആന്റീന കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പോയിലറും നമുക്ക് ഈ വണ്ടിയിൽ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നമ്മുടെ റിയർ ഡീഫോഗർ കാര്യങ്ങൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ വൈപ്പർ. പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു റൈനോസറിന്റെ ഒരു പടം കാണാൻ പറ്റും. നമ്മുടെ കാസിരംഗ നാഷണൽ പാർക്കിനോട് ഒരു ഈസ്റ്റർ എഗ് പോലെ കമ്പനി കൊടുത്തിട്ടുള്ളതാണ്. അത് ഇവിടെ മാത്രമല്ല 2-3 സ്ഥലങ്ങളിൽ കമ്പനി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഉള്ളിലൊക്കെ കാണുമ്പോൾ നമുക്ക് കാണിച്ചു തരാം. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ താഴെ ഈ ഒരു ഗ്രേ എലമെന്റ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് റയർ സെൻസേഴ്സ് കാര്യങ്ങൾ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ക്യാമറ വരുന്നത് ഇവിടെയാണ്. ഇവിടെ ഒരു സ്കിഡ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ആ സ്കിഡ് പ്ലേറ്റിനോട് ഇന്റഗ്രേറ്റഡ് ആയിട്ടാണ് നമ്മുടെ റിവേഴ്സ് ലൈറ്റ് ടാറ്റ ഈ വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ടാറ്റ പഞ്ചിരോ ടിവിയുടെ ബൂട്ട് സ്പേസും കാര്യങ്ങളൊന്നും നോക്കി നോക്കാം. 366 ലിറ്ററിന്റെ ഒരു ബൂട്ട് സ്പേസ് ആണ് കമ്പനി വണ്ടിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു പാഴ്സൽ ട്രേ കാണാൻ പറ്റും. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരു ഹുക്ക് കാര്യങ്ങൾ കാണാൻ പറ്റും. അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് 1 kg. അപ്പൊ ഒരു 1 kg വരുന്ന ലോഡൊക്കെ നമുക്ക് അതിനകത്ത് ഇടാൻ പറ്റും. പിന്നെ നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ ആസ് യൂഷ്വൽ സ്പെയർ വീൽ ഇല്ല, പകരം പഞ്ചർ കിറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതിപ്പോ പൊതുവെ എല്ലാ ഇവികളിലും കണ്ടുവരുന്നൊരു രീതിയാണ്. വെയിറ്റ് റിഡക്ഷൻ ആണ് മെയിൻ ആയിട്ട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല ഗവൺമെന്റും പുതിയ റൂൾ ഇറക്കിയിട്ടുണ്ട്. വണ്ടികൾക്ക് സ്പെയർ വീൽ വേണം നിർബന്ധമില്ല, പഞ്ചർ കിറ്റ് കൊടുത്താൽ മതി എന്ന്. സോ അത് ഓറിയന്റഡ് ആയിട്ടാണ് ഇപ്പോൾ ഒരുവിധ കമ്പനികൾ കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ടും വെയിറ്റ് റിഡക്ഷന്റെ ഭാഗമായിട്ട് സ്പെയർ വീൽ കാര്യങ്ങൾ മാറ്റിയിട്ടുള്ളത്. സോ നമ്മൾ ഇത്ര നേരം കണ്ടത് ടാറ്റ പഞ്ചിരോ ടിവിയുടെ എക്സ്റ്റീരിയർ വിശേഷങ്ങളാണ്. നമുക്ക് നേരെ ഉള്ളിലേക്ക് പോവാം. അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് ടാറ്റ പഞ്ചിരോ ടിവിയുടെ ഇന്റീരിയറിലാണ്. ഇന്റീരിയർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്കിലാണ് വണ്ടി ഇത് കൊടുത്തിട്ടുള്ളത്. എസ്പെഷ്യലി സീറ്റിന്റെ ഒക്കെ കളർ നോക്കിയാൽ അറിയാം. നമ്മുടെ ഈ ഒരു റേഞ്ച് റോവർ, ലാൻഡ് റോവർ വണ്ടികളിലും ജാഗ്വാറിലൊക്കെ കണ്ടുവരുന്ന രീതിക്കുള്ളൊരു പ്രീമിയം ലുക്കാണ് ഈ വണ്ടിക്ക് ടാറ്റ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഗ്രേ കളറിൽ പ്ലാസ്റ്റിക്കിന്റെ മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇങ്ങോട്ട് സെന്ററിലേക്ക് വരുമ്പോൾ അത് തന്നെ ഡിസൈൻ മാറ്റിയിട്ട് മറ്റൊരു കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗ്രേയിൽ വേറൊരു ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ നല്ലൊരു വൈറ്റ് കളർ ലെതർ ഫിനിഷിലാണ് ടാറ്റ അത് കൊടുത്തിട്ടുള്ളത്. അതിലൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം നമ്മുടെ ടാറ്റയുടെ EV വണ്ടികളിൽ വരുന്ന ആ ഒരു ഹണികോം പോലത്തെ ഡിസൈൻ ഇതിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ടാറ്റ. അതുപോലെ തന്നെ താഴേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്ലൗ ബോക്സ് കാര്യങ്ങൾ കാണാം. കൂളിംഗ് ഉള്ള ഗ്ലൗ ബോക്സ് ആണ് ടാറ്റയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ബാക്കിലെ ഗ്ലാസ്സിൽ നമ്മൾ കണ്ട റൈനോന്റെ ഡിസൈൻ ഇവിടെയും ടാറ്റ കൊടുത്തിട്ടുണ്ട്. ടാറ്റ പഞ്ചിരോ ടിവിയുടെ സെൻട്രൽ കൺസോൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഗിയർ സെലക്ടർ ഇവിടെ കാണാൻ പറ്റും. അതിന് ചുറ്റും ക്രോം കളറിൽ ഒരു ഗ്രിപ്പുള്ള രീതിക്ക് നല്ല ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ സെൻട്രലായിട്ട് ഒരു ചെറിയ സ്ക്രീൻ ആയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് ഈ ഓപ്ഷൻസ് ഒക്കെ സെലക്ട് ചെയ്യാനുള്ള ഒരു നോബ് ഇവിടെ കാണാൻ പറ്റും. അതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് 2 ബട്ടൺ കാണാൻ പറ്റും. ഒന്ന് നമ്മുടെ സ്പോർട്സ് മോഡും മറ്റേ നമ്മുടെ ഇക്കോ മോഡാണ്. ഇനി ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ പാർക്കിംഗ് ബ്രേക്ക്, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഓട്ടോ ഹിൽ ഹോൾഡ് അസിസ്റ്റിന്റെ ബട്ടണും കാണാൻ പറ്റും. ഇവിടെ 2 ചെറിയ ബോട്ടിൽ വെക്കാനുള്ള ഒരു ഓപ്ഷൻ ടാറ്റ കൊടുത്തിട്ടുണ്ട്. വലിയ ബോട്ടിൽ കാര്യങ്ങളൊന്നും അതിൽ കൊള്ളില്ല. പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് വയർലെസ് ചാർജിങ്ങിന്റെ ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നോർമൽ USB പോർട്ടും ഒരു 65 വാട്ടിന്റെ C ടൈപ്പ് ചാർജർ കണക്ട് ചെയ്യാനുള്ളതും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 12 വോൾട്ടിന്റെ ഒരു പവർ സപ്ലൈയും ടാറ്റ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് നോക്കുമ്പോൾ നമുക്കൊരു ആംബ്രസ്റ്റ് ഇവിടെ ടാറ്റ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ സീറ്റിന്റെ കളറിലല്ല കൊടുത്തിട്ടുള്ളത്. നമ്മുടെ സീറ്റിന്റെ ബാക്ക് സൈഡിലും അതേപോലെ തന്നെ നമ്മുടെ ഈ ഡാഷ് ബോർഡിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു കളറിലാണ് കൊടുത്തിട്ടുള്ളത്. അത് വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം ഈ ഒരു വൈറ്റ് കളറൊക്കെ കൊടുത്ത് നമ്മൾ എപ്പോഴും കൈ വയ്ക്കുമ്പോൾ ചെളിയാവാനുള്ള പോസിബിലിറ്റീസ് കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടിട്ടാവാൻ ടാറ്റ കൊടുത്തിട്ടുള്ളത്. അതിന്റെ താഴേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു സ്പേസും കാര്യങ്ങളും ടാറ്റ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് കാണാം. നമ്മുടെ ഈ കീ കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസും ടാറ്റ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും ടാറ്റ ഈ വണ്ടിയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ AC കൺട്രോൾസും അതേപോലെ തന്നെ കുറച്ച് എക്സ്ട്രാ ബട്ടൺസും കാര്യങ്ങളും ഇവിടെ കാണാൻ പറ്റും. ഒന്ന് നമ്മുടെ ചാർജിങ് പോർട്ട് ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് അൺലോക്ക് ആക്കാനുള്ള ബട്ടൺ. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഫോഗ് ലാമ്പിന്റെ ബട്ടൺ. ഇത് ഹിൽ ഡിസെന്റിന്റെ, പിന്നെ ഹസാർഡ് ലാമ്പ്, വണ്ടി ലോക്ക് അൺലോക്ക് ചെയ്യാനുള്ളത്, 360 ഡിഗ്രി ക്യാമറ, ഇത്രയും ബട്ടൺസും കാര്യങ്ങളും നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫാൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് നമ്മുടെ സ്ക്രീനിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാറ്റ നമുക്ക് ഇവിടെ ഫിസിക്കൽ ബട്ടൺസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫാൻ സ്പീഡും കൂളിംഗും അഡ്ജസ്റ്റ് ചെയ്യാൻ ഇവിടെ പറ്റും. അതുപോലെ തന്നെ എയർ സർക്കുലേഷൻ, ഫ്രണ്ട് ബാക്ക് ഡീഫോക്കേഴ്സിന്റെ ബട്ടൺ, അതുപോലെ നമ്മളെ എയർ വരുന്ന പാത്ത്, അപ്പൊ മുകളിൽ കൂടിയും താഴെ കൂടിയും വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും, എയർ ഓഫ് AC ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാനുള്ളതും, ഓട്ടോമാറ്റിക് ACയുടെയും എല്ലാ ബട്ടൺസും കാര്യങ്ങളും ഈ ഒരൊറ്റ ഏരിയയിൽ ടാറ്റ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചിരോ ടിവിയുടെ സീറ്റ് നോക്കാൻ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് സൈഡ് സപ്പോർട്ട് ആയാലും തൈ സപ്പോർട്ട് ആയാലും ഒക്കെ നല്ല കംഫർട്ടബിൾ ആണ്. ഇലക്ട്രിക്കൽ കൺട്രോൾസ് ഒന്നും ഇല്ല, പക്ഷെ മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ടാറ്റ ഈ വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ സൈഡിൽ ഫാബ്രിക്കും സെൻട്രലായിട്ട് ലെതറും വരുന്ന രീതിക്കാണ് ഈ സീറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല 2 സീറ്റും
വെന്റിലേറ്റഡ് ആണ്. അതിന്റെ ബട്ടണും കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഫാൻ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനുള്ള ബട്ടണും കാര്യങ്ങളും ഇതിൽ കാണാൻ പറ്റും. വളരെ രസകരമായിട്ട്, അതായത് നല്ല പ്രീമിയം ലക്ഷറി ഫീൽ വരുന്ന രീതിക്കാണ് ടാറ്റ മൊത്തത്തിൽ ഇന്റീരിയർ നമുക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് റെയർ വ്യൂ മിറർ നോക്കുകയാണെങ്കിൽ ഓട്ടോ ഡിമ്മിംഗ് ആയിട്ടുള്ള റെയർ വ്യൂ മിററാണ് ടാറ്റ വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ലൈറ്റും കാര്യങ്ങളും കാണാൻ പറ്റും. ഇനി ഇവിടെ നോക്കുമ്പോൾ 2 ബട്ടൺ കാണാൻ പറ്റും. ഒന്ന് നമ്മുടെ SOS ബട്ടൺ ആണ്. അത് നമുക്ക് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് എമർജൻസി മെസ്സേജ് കാര്യങ്ങൾ പോകും. അത് കൂടാതെ വേറൊരു ബട്ടൺ കൂടി കാണാൻ പറ്റും. അത് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ടാറ്റയുടെ കോൾ സെന്ററിലേക്ക് കോൾ പോകും. അതായത് എമർജൻസി സർവീസ് സെന്റർ ഉണ്ട് ടാറ്റയുടെ, അതിലേക്ക് കോൾ കണക്ട് ആവും. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് 3 എംബ്ലം കാണാൻ പറ്റും. ഒന്ന് എയർ ബാഗിന്റെ, പിന്നെ എയർ ബാഗ് ഓഫ് ആക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് പിന്നെ നമ്മുടെ ഐസോഫിക്സ് ചൈൽഡ് സീറ്റ് ഫിറ്റ് ചെയ്യുമ്പോൾ എയർ ബാഗ് വർക്ക് ചെയ്യാതിരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതും നമുക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പറ്റും. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മറ്റേ സൺറൂഫിന്റെ ബട്ടൺ കാണാൻ പറ്റും. സിംഗിൾ പാനലായിട്ടുള്ള സൺറൂഫാണ് ടാറ്റ ഈ വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പാനോറമിക് ഒന്നല്ല വരുന്നത്. നമുക്ക് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം നോക്കി നോക്കാം. ടാറ്റ പഞ്ചറോ ടിവിയുടെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം നോക്കാം. 12.25 ഇഞ്ചിന്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് ടാറ്റയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിലിപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് AC-യുടെ കൺട്രോൾസും കാര്യങ്ങളും ഇതിനകത്ത് കാണാൻ പറ്റും. അത് മാത്രമല്ല RK.TV എന്ന് പറഞ്ഞിട്ടുള്ള ടാറ്റയുടെ അതായത് EV വണ്ടികളുടെ കൺട്രോൾസ് കാര്യങ്ങൾ വരുന്നൊരു ഓപ്ഷൻ നമുക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ഹോട്ട്സ്റ്റാർ അങ്ങനത്തെ ഒരുവിധം പ്ലാറ്റ്ഫോമുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അത്യാവശ്യം ഗെയിം കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഇതിനകത്ത് കളിക്കാനുള്ള ഒരു ഓപ്ഷനും ടാറ്റ ഈ ഒരു ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടാറ്റയുടെ മെയിൻ സേഫ്റ്റി ഫീച്ചർ ആയിട്ട് പറയാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ 360 ക്യാമറ. അത് ആക്സസ് ചെയ്യാനായിട്ട് നമുക്ക് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലും ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ ഇവിടെ ആയിട്ടും ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഫിസിക്കൽ ബട്ടൺ അല്ല, ടച്ച് തന്നെയാണ്, പക്ഷെ അതിന് മാത്രമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്കൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമറ ഓൺ ആയി വരാൻ നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ക്യാമറയാണ്. നമുക്ക് 4 സൈഡിലും വ്യൂ കിട്ടുന്ന രീതിക്ക് ടാറ്റ ഇതിന്റെ ക്യാമറയും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അത് 2Dയും നമുക്ക് 3D ആയിട്ടും കിട്ടുന്ന രീതിക്ക് ടാറ്റ ഇത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റിയറിംഗ് വീലിലേക്ക് കിടക്കുമ്പോൾ കാണാൻ പറ്റും നമ്മുടെ ഇലുമിനേറ്റർ ലോഗോ വരുന്ന സ്റ്റിയറിംഗ് വീലാണ് ടാറ്റ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇവിടെയൊക്കെ നമുക്ക് ഇത് ബട്ടൺ അല്ല, ഇതൊക്കെ ടച്ചാണ്. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ അറിയാതെ കൈ മിസ് ടച്ച് ആവാനുള്ള ചാൻസസ് കൂടുതലാണെങ്കിലും ടാറ്റ അത് പുതിയ വണ്ടികളിലൊക്കെ അത് ഒഴിവാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ടിയാഗോ ടിവി നോക്കുകയാണെങ്കിൽ ഫുൾ മാറ്റ് ഫിനിഷിലാണ് ടാറ്റ സ്റ്റിയറിംഗ് വീൽ കൊടുത്തിട്ടുള്ളത്. ഇത് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ്. ഇവിടെയൊക്കെ ചെറിയ എലമെന്റ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹോണ്, ബാക്കി ഈ ഭാഗത്ത് നമ്മുടെ ഓഡിയോ കൺട്രോളിന്റെ കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ക്രൂസ് കൺട്രോളും പിന്നെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും നമുക്ക് ടാറ്റയോടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ലെതർ കവറിങ്ങോടൊക്കെ കൂടിയിട്ടുള്ള നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് ടാറ്റയോടെ കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല നമുക്ക് ഇവിടെ ഈ പാഡൽ ഷിഫ്റ്റേഴ്സ് കാണാൻ പറ്റും. ഇത് നമ്മുടെ റീജനറേറ്റീവ് ഓപ്ഷൻ കൺട്രോൾ ചെയ്യാനുള്ളതാണ്. നമുക്ക് 3 സ്റ്റേജ് ആയിട്ട് ഇതിനകത്ത് റീജനറേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന്റെ പ്ലസ് ആൻഡ് മൈനസ് ബട്ടൺ ഇതാണ് പാഡൽ ഷിഫ്റ്റേഴ്സ് ആയിട്ട് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇൻഡിക്കേറ്റർ, ഹെഡ് ലാമ്പ്, ഫോഗ് ലാമ്പിന്റെ ഒക്കെ കണക്ഷനാണ് ഇവിടെ വരുന്നത്. പിന്നെ നമുക്ക് ഇതിന്റെ മീറ്റർ കൺസോളിലേക്ക് വരുമ്പോൾ ഒരു 10.25 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് ടാറ്റയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് നമ്മുടെ ചാർജ് കാര്യങ്ങൾ, പിന്നെ വണ്ടിയുടെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. TPMS ടാറ്റ ഈ വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ഇപ്പോൾ വീലില് എയർ കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇതിനകത്ത് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. മാത്രമല്ല ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് ടാറ്റ കൊടുത്തിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഹെഡ് ലൈറ്റ് ഹൈ ബീം വാർണിംഗ് സിസ്റ്റം. അതായത് നമ്മൾ രാത്രി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹൈ ബീമിൽ ഇട്ടിട്ടാണ് കണ്ടിന്യൂസ് ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ മറന്നുപോകും ഹൈ ബീം ഡിം ആക്കാനായിട്ട്. അപ്പോൾ അത് വാർണിംഗ് പോലെ ഇതിനകത്ത് കാണിച്ച് നമ്മൾ ഉറപ്പിക്കാനുള്ള ഒരു സിസ്റ്റം കൂടി ടാറ്റ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് വളരെ നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ നമുക്ക് ഈ പില്ലറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ എയർ ബാഗിന്റെ എംബ്ലം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും പിന്നെ നമ്മുടെ ഈ ഡോറിന്റെ ഇവിടെയൊക്കെ ഒരു ട്വീറ്റർ പ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെ ട്വീറ്റേഴ്സ് കാര്യങ്ങളില്ല. ഈ വണ്ടിയുടെ സ്പീക്കർ സിസ്റ്റം നോക്കുകയാണെങ്കിൽ നമുക്ക് 4 സ്പീക്കർ വരുന്ന ഹാർമന്റെ സിസ്റ്റമാണ് ടാറ്റ ഈ വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെയും പിന്നെ നമ്മുടെ പില്ലറിലും ഓരോ ട്വീറ്റേഴ്സ് പ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ വണ്ടിയിൽ അത് വരുന്നില്ല. നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് വെക്കാൻ പറ്റും. പിന്നെ വണ്ടിയുടെ ഡോറ് നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രീമിയം വണ്ടികളായിട്ടുള്ള റേഞ്ച് റോവർ, ലാൻഡ് റോവർ, ജാഗ്വർ അങ്ങനത്തെ വണ്ടികളൊക്കെ കണ്ടുവരുന്ന തരത്തിലുള്ള ആ ഒരു വിൻഡോന്റെ ബട്ടണാണ് ഇതിനകത്ത് ടാറ്റ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത് അത്യാവശ്യം നല്ല ലുക്ക് വണ്ടിക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മിറർ കൺട്രോൾസ് നമുക്ക് ഇവിടെയാണ് വരുന്നത്. നമ്മുടെ നെക്സണിലും ടിയാഗോ ടിവിയിലൊക്കെ നമ്മൾ ഇവിടെ ആയിട്ടായിരുന്നു കണ്ടത്. അത് ആക്സസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ ഇത് കുറച്ചും കൂടി നല്ല രീതിക്ക് തന്നെ ടാറ്റ ഇവിടെ പ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹാൻഡിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു സ്റ്റീൽ കളറിലാണ് ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അവിടെ ഡമ്മിയാണ്, വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം. പക്ഷെ ഇപ്പോൾ വരുന്നില്ല. സ്റ്റോറേജ് സ്പേസ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു അംബ്രല വെക്കാനുള്ള സ്പേസും ഒരു ബോട്ടിൽ വെക്കാനുള്ള സ്പേസും ടാറ്റ, ഒന്നല്ല 2 ബോട്ടിൽ വെക്കാനുള്ള സ്പേസ് ടാറ്റ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്പീക്കർ കാണാൻ പറ്റും. 4 ഡോറിലായിട്ടാണ് 4 സ്പീക്കർ ടാറ്റ ഈ വണ്ടിയിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടാറ്റ പഞ്ചറോ ടിവിയുടെ ബാക്ക് സീറ്റാണ്. ഇപ്പോൾ ബാക്ക് സീറ്റിൽ നോക്കിയാൽ കാണാം, ഫ്രണ്ട് സീറ്റിൽ അതേ യൂസ് ചെയ്തേക്കുന്ന അതേ കളറിലും അതേ ഒരു ലെതർ മെറ്റീരിയലിലാണ് നമ്മുടെ സീറ്റ് ഫിനിഷ് ചെയ്തേക്കുന്നത്. വെന്റിലേഷൻ കാര്യങ്ങളൊന്നുമില്ല.
അപ്പോൾ നോക്കുകയാണെങ്കിൽ നടുക്കിലായിട്ട് നമുക്കൊരു ആംബ്രസ്റ്റ് കാണാൻ പറ്റും. ആംബ്രസ്റ്റിൻ്റെ കളർ വരുന്നത് വൈറ്റ് ആണ്. ചെളിയാവുള്ള പോസിബിലിറ്റീസ് കുറച്ച് കൂടുതലാണ്. ഫ്രണ്ടിൽ ആംബ്രസ്റ്റ് പോലെ ആ ഒരു ഗ്രേ തന്നെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു എന്ന് തോന്നി. അതുപോലെ തന്നെ നമ്മുടെ ഹെഡ് റെസ്റ്റ് നോക്കുകയാണെങ്കിൽ സീറ്റ് ബെൽറ്റ് നമുക്ക് 3 ആൾക്കുള്ള സീറ്റ് ബെൽറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഹെഡ് റെസ്റ്റ് നമുക്ക് 2 ആൾക്കുള്ള ഹെഡ് റെസ്റ്റ് ഇതിനകത്തുള്ളൂ. സെൻട്രൽ ആൾക്ക് ഹെഡ് റെസ്റ്റ് നമുക്ക് കൊടുത്തിട്ടില്ല. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഓരോ സീറ്റിൻ്റെ ബാക്കിലും നമുക്ക് ഓരോ കമ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ചെറിയ രീതിക്കുള്ളൊരു കമ്പാർട്ട്മെൻറ്റ്, നമുക്ക് അത്യാവശ്യം പേപ്പർ ഫയലുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിക്ക് ഒരു കമ്പാർട്ട്മെൻറ്റ് കാര്യങ്ങളും ടാറ്റ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടാറ്റ പഞ്ചിറോ ടിവിയുടെ ഡ്രൈവിങ്ങിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. വണ്ടി ഓടിക്കാൻ വളരെ കംഫർട്ടബിൾ ആണ്. അതായത് നമ്മൾ വലിയൊരു വണ്ടി ഓടിക്കുന്ന ഫീലോ കാര്യങ്ങളൊന്നുമില്ല. നോർമലി ഒരു വാഗണർ അങ്ങനത്തെ ചെറിയ വണ്ടികൾ ഓടിക്കുന്ന അതേ ഒരു ഫീല്, നല്ല വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. നമുക്കിപ്പോ ബോണറ്റിന്റെ എഡ്ജ് വരെ കാണാൻ കഴിയുന്നുണ്ട്. സൈഡിലാണെങ്കിലും മിറേഴ്സ് ഒക്കെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള മിറേഴ്സ് ആയ കാരണം കൊണ്ട് വിസിബിലിറ്റിയുടെ കാര്യത്തിലൊന്നും ബുദ്ധിമുട്ടില്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് 360 ക്യാമറ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാലും വണ്ടിയുടെ ചുറ്റുള്ള വ്യൂസും കാര്യങ്ങളും എല്ലാം കാണാൻ പറ്റും. പഞ്ചിറോ ടിവിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് 2 ബാറ്ററി പാക്കിലാണ് ഇപ്പോൾ വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത്, 13, 14. മുമ്പ് ഉണ്ടായിരുന്നതിൽ നമുക്ക് 25 35 ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിപ്പോ കമ്പനി മാറ്റിയിട്ട് 30 and 40 കിലോവാട്ട് ബാറ്ററി ബാക്കിലേക്ക് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റേഞ്ചിനും അത്യാവശ്യം നല്ല വ്യത്യാസം കാര്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ 30 കിലോവാട്ടിനെ നോക്കുകയാണെങ്കിൽ എറൈ പറഞ്ഞിട്ടുള്ളത് 365 കിലോമീറ്റർ ആണ് റേഞ്ച് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ കമ്പനി പറഞ്ഞ ഏകദേശം 250 റേഞ്ചിലൊക്കെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ 40 കിലോവാട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് എറൈ പറയുന്നത് 468 കിലോവാട്ടാണ്, 468 കിലോമീറ്റർ ആണ്. നമുക്ക് റിയൽ ടൈം ഏകദേശം 355 ആ റേഞ്ചിലേക്കൊക്കെ റേഞ്ച് കിട്ടുന്നുണ്ട്. അത് അത്യാവശ്യം ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിലെ വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു റേഞ്ചും കാര്യങ്ങളാണെന്ന് തന്നെ പറയാൻ പറ്റും. അടുത്ത നമ്മുടെ വണ്ടിയുടെ ചാർജിങ്ങിനെ പറ്റിയിട്ടാണ്. നമുക്ക് ഏകദേശം 65 കിലോവാട്ടിന്റെ ചാർജിങ് ആണ് ഈ വണ്ടിയെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 20 to 80% ആവാനായിട്ട് 26 മിനിറ്റ് കൊണ്ടൊക്കെ ആവും. അതല്ല നമുക്കിപ്പോ അത്യാവശ്യം എമർജൻസി ആയിട്ട് ചാർജ് ചെയ്യണം, അധികം ടൈം സ്പെൻഡ് ചെയ്യാനില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 15 മിനിറ്റ് ഒക്കെ കുത്തിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 135 കിലോമീറ്റർ ഓടാനുള്ള ചാർജ് ആവുമെന്നാണ് കമ്പനി പറയുന്നത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ദൂരമുണ്ട്. നമ്മളിപ്പോൾ എമർജൻസി ആയിട്ട് അങ്ങോട്ട് പോവാണ്, നമുക്ക് ചാർജ് ചെയ്യാൻ ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് 15 മിനിറ്റ് കുത്തിയിട്ട് കഴിഞ്ഞാൽ 135 കിലോമീറ്റർ സുഖമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. പ്രാക്ടിക്കാലിറ്റി മാക്സിമം എൻഹാൻസ് ചെയ്യാനായിട്ട് ടാറ്റ ഈ വണ്ടിയിൽ ശ്രമിച്ചിട്ടുണ്ട്. ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വണ്ടി, പവറും അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള വണ്ടിയാണ്. കാരണം ലീനിയർ ആണെന്നൊന്നും ചിന്തിക്കരുത്. 0 to 100 in just 9 seconds ആണ്. അപ്പോ അതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി എടുക്കുന്ന ആൾക്കാർ എല്ലാവരുടെ കയ്യിലും ഇത്രയും പവർഫുൾ ആയിട്ടുള്ള മെഷീൻ കിട്ടുകയാണ്. നമ്മള് റോഡിലൊക്കെ ഈ ഒരു 0 to 100 ഒക്കെ അടിക്കാൻ 9 സെക്കൻഡ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല പവറാണ്. കയ്യിൽ നിന്ന് വണ്ടി പോകാനുള്ള ചാൻസസും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അത് ഈ വണ്ടി എന്നല്ല, ഏത് EV ആണെങ്കിലും നമ്മുടെ സ്വന്തം റെസ്പോൺസിബിലിറ്റിയിൽ ഓടിക്കുക എന്നുള്ളതാണ്. സേഫ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ വണ്ടി ഓടിക്കാനായിട്ട്. പിന്നെ നമുക്ക് ഈ വണ്ടിയുടെ വേരിയൻസ് നോക്കുകയാണെങ്കിൽ മൊത്തം 3 വേരിയന്റിലാണ്. അതിനകത്ത് 2 വേരിയന്റിനകത്ത് പ്ലസ് ഓപ്ഷനും കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്മാർട്ട്, അഡ്വഞ്ചർ, എംപവേർഡ്, ഇങ്ങനെ 3 വേരിയന്റാണ് വരുന്നത്. അതിൽ സ്മാർട്ടിലും എംപവേർഡിലും ഒരു പ്ലസ് വേരിയന്റ് കൂടി വരുന്നുണ്ട്. ഈ സ്മാർട്ടും സ്മാർട്ട് പ്ലസ് വേരിയന്റിലാണ് നമുക്ക് ഈ 30 കിലോവാട്ടിന്റെ മോഡൽ അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്കി വേരിയൻസിലെല്ലാം നമുക്ക് 40 കിലോവാട്ടിന്റെ വണ്ടിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ കളർ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ റിവ്യൂ ചെയ്ത വണ്ടി ഫിയർലെസ് യെല്ലോ എന്ന് പറഞ്ഞൊരു കളറിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് കാരമൽ, ഗ്രേ ഓക്സൈഡ്, ക്രിസ്റ്റീൻ വൈറ്റ്, സൂപ്പർനോവ കോപ്പർ, ബംഗാൾ റോജ്, പ്യുവർ ഗ്രേ എന്നീ കളറിലൊക്കെയും വണ്ടി അവൈലബിൾ ആണ്. ഈ കളറിലെല്ലാം ഇത് 12 ടോണിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ റൂഫ് ബ്ലാക്കും ബോഡി കളർ ഈ പറഞ്ഞിട്ടുള്ള കളേഴ്സ് അവൈലബിൾ ആയിട്ട് നമുക്ക് ഈ വണ്ടികൾ കിട്ടും. ഓക്കെ, വണ്ടിയുടെ പ്രൈസിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ബേസ് വേരിയന്റ് നമുക്ക് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 9.69 lakhs ആണ്. അപ്പോൾ പഴയ 5 EVനെ പറ്റി കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 30,000 രൂപയുടെ കുറവ് ഈ വണ്ടിയിൽ വന്നിട്ടുണ്ട്. പഴയ 5 EVയുടെ റേറ്റ് നമുക്ക് 10.99 lakhs ആയിരുന്നു ബേസ് വേരിയന്റ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ടോപ്പ് എൻഡ് വേരിയന്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ വണ്ടിക്ക് വരുന്നത് ഏകദേശം 12.69 lakhs ആണ് എക്സ്ഷോറൂം. പഴയ വണ്ടിക്ക് ഏകദേശം 14.99 lakhs ആയിരുന്നു. അപ്പോൾ നല്ല രീതിക്കുള്ള ഒരു പ്രൈസ് ഡ്രോപ്പ് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഇത്രയധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൂട്ടി റേഞ്ച് ഒക്കെ കൂടുമ്പോൾ എങ്ങനെയാണ് വണ്ടിക്ക് റേറ്റ് കുറയണമെന്നുള്ളൊരു ചിന്ത നമുക്ക് വരും. അത് ടാറ്റ അത്യാവശ്യം നല്ല രീതിക്ക് ഇതിനകത്ത് വെയിറ്റ് റിഡക്ഷൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി നോക്കുകയാണെങ്കിൽ നമുക്ക് സ്പീക്കർ സിസ്റ്റം പഴയ വണ്ടിയിൽ 6 സ്പീക്കറുടെ സിസ്റ്റം വരുന്നുണ്ടായിരുന്നു JBLന്റെ. ഇപ്പൊ നമുക്ക് ഹാർമന്റെ 4 സ്പീക്കർ സിസ്റ്റം ഒക്കെ ആക്കിയിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ നമുക്ക് പ്രൈസ് റിഡക്ഷൻ അത്യാവശ്യം നല്ല രീതിക്ക് കാണാൻ കഴിയും. പിന്നെ അത് മാത്രമല്ല ഇലക്ട്രോണിക്സിൽ ഇപ്പോ ഏകദേശം 28% വെയിറ്റ് റിഡക്ഷൻ നമ്മുടെ ഇലക്ട്രോണിക് കമ്പോണൻസിൽ ടാറ്റ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഏകദേശം 6% എഫിഷ്യൻസി വണ്ടിയുടെ കൂട്ടിയിട്ടുണ്ട്. നമ്മുടെ റേഞ്ച് ഏകദേശം അത്യാവശ്യം നല്ല രീതിയിൽ കൂട്ടാൻ അത് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇലക്ട്രിക്കൽ കണക്ഷൻസിന്റെ കേസിൽ 30% റിഡക്ഷൻ ആണ് കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത്. അതേപോലെ സെമി കണ്ടക്ടേഴ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു 40% റിഡക്ഷൻ കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഹൈ വോൾട്ടേജ് ഹാർനസുകളിൽ 30% റിഡക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയും വെയിറ്റ് ഒക്കെ റെഡ്യൂസ് ചെയ്തതിൽ അത്യാവശ്യം നല്ല രീതിക്ക് റേഞ്ച് കൂടിയിട്ടുണ്ട്.
മാത്രമല്ല റീസ്റ്റാർട്ട് ഗ്രേഡബിലിറ്റി എന്നുണ്ട്. നമ്മൾ ഈ കയറ്റത്തിൽ വണ്ടി നിർത്തി കഴിഞ്ഞാൽ തിരിച്ച് എടുക്കുമ്പോൾ ഉള്ള ആ വണ്ടിയുടെ എഫിഷ്യൻസി അത് ഏകദേശം 32% ഈ വണ്ടിയിൽ ഇംപ്രൂവ് ചെയ്യാൻ ടാറ്റയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തതാണ് സേഫ്റ്റി. ടാറ്റയുടെ കാര്യത്തിൽ സേഫ്റ്റിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. പഞ്ച് നോർമലി നമ്മുടെ പഴയ പഞ്ചൊക്കെ 5 സ്റ്റാർ സേഫ്റ്റി അടിച്ചതാണ്. അപ്പൊ പിന്നെ ഓട്ടോമാറ്റിക്കലി ഇതും സേഫ്റ്റി 5 സ്റ്റാറിലേക്ക് തന്നെ കിട്ടും. അപ്പൊ 5 സ്റ്റാർ റേറ്റിംഗും മാത്രമല്ല 6 എയർ ബാഗ്, ABS, EBD, ESP, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, 360 ഡിഗ്രി ക്യാമറ, പിന്നെ നമ്മുടെ ഐസോഫിക്സ് ചൈൽഡ് സീറ്റ് എന്നീ സേഫ്റ്റി കാര്യങ്ങളെല്ലാം ടാറ്റ ഈ വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതല്ല വണ്ടിയുടെ വെയിറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം 1360 കിലോഗ്രാം ആണ് ഈ വണ്ടിയുടെ വെയിറ്റ് വരുന്നത്. വേറെ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാരുതിയുടെ ഈ വിറ്റാര ലോഞ്ച് ചെയ്ത സമയത്ത് അവര് പറഞ്ഞൊരു ടാഗ് ലൈൻ ഉണ്ടായിരുന്നു, ഇന്ത്യ ഗോസ് ഇലക്ട്രിക് എന്ന്. അപ്പോൾ ടാറ്റ ഈ വണ്ടി ലോഞ്ച് ചെയ്ത സമയത്ത് ആ ഒരു ടാഗ് ലൈനിൽ ചെറിയൊരു വെട്ട് വന്നിട്ട് പറഞ്ഞത് ഇന്ത്യ ഈസ് ഓൾറെഡി ഇലക്ട്രിക് എന്ന്. സംഭവം സത്യമാണ്. നമുക്ക് സാധാരണക്കാർക്ക് നെക്സോൺ EVയിലൂടെ EVയിലേക്ക് ഒരു വാതിൽ തുറന്നത് ടാറ്റ തന്നെയാണ്. മാത്രമല്ല അതിന് തൊട്ട് പിന്നാലെ ഇറങ്ങിയ പഞ്ചായാലും പിയാഗോ ആയാലും ഒക്കെ ജനപ്രീതി നേടിയ മോഡലുകളാണ്. അത്യാവശ്യം നല്ല രീതിയിൽ കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ ഇനീഷ്യലി കസ്റ്റമേഴ്സ് പറഞ്ഞിരുന്നെങ്കിൽ കൂടി ഇപ്പൊ അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഫസ്റ്റ് വണ്ടി എടുത്ത കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ ടാറ്റ EVയുടെ കാര്യത്തിൽ അത്യാവശ്യം നല്ല രീതിക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. ടാറ്റ മാത്രമല്ല മഹീന്ദ്രയും അതെ. അവര് EVനെ പറ്റി നല്ല രീതിക്ക് സ്റ്റഡി കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം അത്യാവശ്യം നല്ല ഡെവലപ്മെന്റ് EV വണ്ടികളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമ്മുടെ സാധാരണക്കാർക്ക് EV എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ വണ്ടികളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു കാറ്റഗറി ആയിട്ടായിരുന്നു ഇത്ര കാലം ഫീൽ ചെയ്തിരുന്നത്. ഇനിയോട്ട് അങ്ങനെയല്ല, നമ്മുടെ സാധാരണ വണ്ടി എങ്ങനെയാണോ അതേപോലെ തന്നെ നമുക്ക് EVയും യൂസ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ലെവലിലേക്ക് ഈ ബ്രാൻഡുകൾ എത്തിച്ചിട്ടുണ്ട്. ഇത് രണ്ടൊരു ഇന്ത്യൻ ബ്രാൻഡ് ആണെന്നുള്ളതിൽ നമ്മുടെ ഇന്ത്യക്കാരെപ്പോഴും പ്രൗഡ് ആയിട്ടിരിക്കണം. ടാറ്റ പഞ്ച് ഇവിടെ കോമ്പറ്റേറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ സിട്രോണിന്റെ EC3 ആണ് വരുന്നത്. പക്ഷെ ആ വണ്ടി അത്രയ്ക്ക് അങ്ങോട്ട് ഹിറ്റ് ആയിട്ടില്ല. ഇപ്പോൾ അതിന്റെ സർവീസ് സെന്റേഴ്സിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവൈലബിലിറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ വണ്ടികൾ അധികം ആൾക്കാർ എടുത്തിട്ടില്ല. പിന്നെ ഒരു കോമ്പറ്റീറ്റർ വരുന്നത് ഹാഷ് ബാക്ക് സെഗ്മെന്റിലുള്ള ടാറ്റയുടെ തന്നെ ടിയാഗോ.EV ആണ്. പക്ഷെ അതിലും ഈ പറഞ്ഞ പോലെ പ്രൈസ് റെഡ്യൂസ് ഉണ്ട്. അതിനൊപ്പം തന്നെ സൈസിലും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എങ്ങനെ നോക്കിയാലും ഒരു മിഡ് റേഞ്ച് SUV ലുക്കിലുള്ള വണ്ടി എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സിന് എപ്പോഴും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടുന്ന ഒരു വണ്ടി ഇത് തന്നെയാണ്. പിന്നെ നമ്മുടെ സെയിം സെഗ്മെന്റിൽ വരുന്നതാണ് EVറ്റാല. പക്ഷെ അതിന്റെ പ്രൈസ് അത്യാവശ്യം ഈ ഒരു റേഞ്ച് വിട്ട് നല്ലോണം കയറി പോയിട്ടുണ്ട്. അതായത് നമുക്ക് അത് ഈ ഒരു സെഗ്മെന്റിലേക്ക് മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ എന്തുകൊണ്ടും ബയേഴ്സിന് നോക്കുമ്പോൾ ഈ ഒരു വണ്ടി എടുക്കാം. പിന്നെ ടാറ്റയുടെ ഒരു സർവേ പ്രകാരം ഏകദേശം അവരുടെ പഞ്ച്.EV എടുത്തിട്ടുള്ള 48% കസ്റ്റമേഴ്സും ഫസ്റ്റ് ടൈം ബയേഴ്സ് ആണ്. അതായത് അവർ ആദ്യമായിട്ട് എടുത്തിട്ടുള്ള കാർ ഒരു EV കാറാണ്, അതും പഞ്ച്.EV ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് എത്രത്തോളം ആൾക്കാരിലേക്ക് ഈ വണ്ടി എത്തി എന്നുള്ളതും ആൾക്കാർ എത്രത്തോളം ഈ വണ്ടി സ്വീകരിച്ചു എന്നുള്ളതും പിന്നെ നമ്മുടെ ഇന്ത്യൻ യൂസിന് ഈ വണ്ടി എത്രത്തോളം സ്യൂട്ടബിൾ ആണെന്നുള്ളതും ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇപ്പൊ ഞാൻ വണ്ടി ഓടിച്ചപ്പോൾ പറയാൻ വിട്ടുപോയ 2 കാര്യങ്ങളാണ് ഇപ്പൊ ഓർമ്മ വന്നത്. അത് ഒന്ന് നമ്മുടെ ഓട്ടോമാറ്റിക് റെയിൻ സെൻസിങ് വൈപ്പേഴ്സ്. ഇപ്പൊ മഴ പെയ്തപ്പോൾ ഞാൻ ഇടേണ്ടി വന്നില്ല, വണ്ടി തന്നെ വൈപ്പേഴ്സും കാര്യങ്ങളൊക്കെ ആക്ടിവേറ്റ് ചെയ്തു. അതേപോലെ നമ്മുടെ ഓട്ടോ ഹെഡ് ലാംപ്സും വണ്ടി രാത്രി ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. പക്ഷെ നമ്മളിപ്പോ ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെ ആക്ടിവേറ്റ് ആകുമ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത്ര നേരം കണ്ടത് ടാറ്റ പഞ്ച്.EVയുടെ റിവ്യൂ ആണ്. അപ്പൊ നമുക്ക് വണ്ടി റിവ്യൂ ചെയ്യാൻ തന്നിട്ടുള്ളത് തൃശ്ശൂർ കുട്ടനല്ലൂരുള്ള ഹൈസൺ ടാറ്റയാണ്. അപ്പോൾ വണ്ടിയുടെ എന്ത് ഡീറ്റെയിൽസിനും കാര്യങ്ങൾക്ക് വേണമെങ്കിൽ ആകാശ് പ്രോനെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഏത് വണ്ടിയുടെ ആണെങ്കിലും അതായത് നമ്മുടെ ടാറ്റ.EVയുടെ ഏത് വണ്ടിക്ക് വേണമെങ്കിലും ആകാശ് പ്രോനെ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ വീഡിയോ കണ്ടുവരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ഓഫറും കാര്യങ്ങളൊക്കെ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ദിസ് ഇസ് മീ അതുൽ സൈനിങ് ഓഫ് ഫ്രം ഓട്ടോഹോളിക്സ്.